നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തുകയാണ്. ഈ വീഡിയോ വലിയ രസകരമായ വീഡിയോ ആണ്. എന്നാൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യവുമാണ് ഞാൻ പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തുന്നത്. ധർമ്മജൻ ബോൾഗാട്ടി വീണ്ടും വിവാഹിതനായി. ഈ വാർത്ത രാവിലെ മുതൽ തന്നെ വാർത്ത വരുമ്പോൾ എല്ലാവർക്കും സംശയം, ധർമ്മജൻ ആരെയാണ് വിവാഹം ചെയ്തത് എന്നുള്ള സംശയം ചർച്ചകളുമുണ്ടായി. അത് രാവിലെ ആ ചർച്ചകൾക്കിടയിൽ ധർമ്മജൻ തന്നെ ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ വീണ്ടും വിവാഹിതനാകുകയാണ്, തൻ്റെ ഭാര്യയെ തന്നെയാണ് വിവാഹം കഴിക്കുന്നതെന്ന് ഫേസ്ബുക്കിൽ ഇട്ടോടുകൂടി സംശയങ്ങൾക്ക് വിരാമമായി. പിന്നീട് ഇവരുടെ വിവാഹം നടക്കുകയായിരുന്നു. രണ്ട് മക്കളെ സാക്ഷി നിർത്തി ധർമ്മജൻ താലി കെട്ടുകയായിരുന്നു. നമുക്കറിയാം, ധർമ്മജൻ പണ്ട് ഒളിച്ചോടുകയായിരുന്നു. ഭാര്യ അനുജയായിട്ട് ഒളിച്ചോടിപ്പോയാണ് വിവാഹം ചെയ്തത്. അന്ന് നിയമപരമായി രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയതെന്ന് ധർമ്മജൻ കൃത്യമായി തന്നെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ധർമ്മജൻ പറയുകയുണ്ടായി. അത്തരമൊരു നിയമത്തിലേക്ക് പോകണം തൻ്റെ വിവാഹം എന്ന കാഴ്ചപ്പാടാണ് ധർമ്മജൻ ഇത്തരമൊരു വിവാഹത്തിലേക്ക് പോയത്. എന്തായാലും ധർമ്മജനും അനുജയും വീണ്ടും വിവാഹിതയായിരുന്നു ഇന്ന് ചെയ്തത്. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം ചെയ്തു. ആദ്യം അമ്പലത്തിൽ പോയി വിവാഹം ചെയ്തു. അമ്പലത്തിൽ വെച്ച് വിവാഹം ചെയ്തതിന് ശേഷം ഇവർ രജിസ്റ്റർ മാരേജ് ചെയ്യുകയായിരുന്നു. കൊങ്ങൂർപ്പള്ളി എന്ന സ്ഥലത്ത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവർ മാല ചാർത്തിയത്. അതിനുശേഷം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. നമുക്കറിയാം, ഇതിനെല്ലാം മുഖ്യ സാക്ഷിയായി നിന്നത് മഞ്ജു ബാദിഷയാണ്. ബാദിഷയുടെ ഭാര്യയായ മഞ്ജു ബാദിഷയാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയത്. 3 സാക്ഷികളായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി മഞ്ജു ബാദിഷയായിരുന്നു. എന്തായാലും വിവാഹ ചടങ്ങുകൾ കാണുന്തോറും നമുക്ക് രസകരമായി തോന്നുകയാണ്. സ്വന്തം മക്കളെ സാക്ഷി നിർത്തി ധർമ്മജൻ വീണ്ടും അനുജയെ വിവാഹം ചെയ്തപ്പോൾ അതിൻ്റെ കൗതുകവും അതിൻ്റെ സീരിയസും നമ്മൾ മനസ്സിലാക്കാം. ധർമ്മജൻ പറഞ്ഞ അതിൻ്റെ സീരിയസ് ഏറ്റവും കാര്യമായി വ്യക്തമായി ധർമ്മജൻ പറഞ്ഞ ഈ കാര്യമാണ്. ഇതിൻ്റെ സീരിയസ് നമുക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മളുണ്ടാക്കിയ സ്വത്തുകൾ പോലും കിട്ടാത്ത ഒരവസ്ഥ വരും. അത് ഗവൺമെൻറ് പ്രകാരം ഒരു രജിസ്റ്റർ ചെയ്തതിൽ അത്തരമൊരു തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയാണ് താൻ ഇങ്ങനെ ഒരു വിവാഹ ചടങ്ങിലേക്ക് പോയതെന്ന് ധർമ്മജൻ പറയുന്നത്. എന്തായാലും ഇന്ന് ധർമ്മജൻ നല്ല തിരക്കാണ്. ധർമ്മജനും വൈഫും എല്ലാം കുട്ടികളും എല്ലാവരും വീട്ടിൽ തന്നെ സുഖമായിട്ട് ജീവിക്കുന്നു. അവരുടെ ഹണിമൂൺ ട്രിപ്പ് ഇനി പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് ധർമ്മജൻ എന്നോട് പറഞ്ഞത്. എന്തായാലും ധർമ്മജനും അനുജയ്ക്കും പുതിയ ഒരു ജീവിതത്തിലേക്ക്, ഇത്ര നാളും കഴിഞ്ഞിട്ടൊരു പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു, ദീർഘായുസ്സ് നേരുന്നു. ഇനിയുള്ള യാത്രയും നല്ല രീതിയിൽ നടത്താനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു.